ഹൈപ്പോകോൺഡ്രിയാസിസ് ബാധിച്ച ആളുകളുടെ മാനസിക ആരോഗ്യത്തെ ഇത് മെല്ലെ മെല്ലെ ബാധിക്കാൻ തുടങ്ങും. അതേപോലെ അവരുടെ ശാരീരികാരോഗ്യത്തെയും ഇത് ബാധിക്കാൻ തുടങ്ങും. അവർക്ക് ജോലിയിലൊക്കെ ഏകാഗ്രത നഷ്ടപ്പെടും. മറ്റൊരു മാനസിക തകരാറിന്റെ പേരാണ് കൺവേർഷൻ ഡിസോർഡർ. കൺവേർഷൻ ഡിസോർഡറിന്റെ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ കണ്ടുപിടിച്ചത് അമേരിക്കൻ മനഃശാസ്ത്രജ്ഞന്മാരാണ്. യുദ്ധം അടുത്തു വരുമ്പോൾ ചില സൈനികർക്ക് ഗ്ലൗ അനസ്തേഷ്യ എന്ന ഒരു അസുഖം പിടിപെട്ടതായി ഇവർ ശ്രദ്ധിച്ചു. ഗ്ലൗ അനസ്തേഷ്യ എന്ന് പറഞ്ഞാൽ കയ്യിന്റെ ഗ്ലൗസ് തട്ടുന്ന ഭാഗത്തൊക്കെ ഒരു മരവിപ്പ്. എന്നാൽ കയ്യിന്റെ ഗ്ലൗസ് തട്ടുന്ന ഭാഗങ്ങളെ കോമൺ ആയി ബാധിക്കുന്ന ഒരു നാഡീ പാറ്റേണുകളും ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഡോക്ടർമാർക്ക് മനസ്സിലായി ഇത് ശാരീരികമല്ല, മാനസികമാണ്. യുദ്ധമടുത്തു വരുന്നു എന്ന പരിഭ്രാന്തി കാരണം ഇത്തരം സൈനികർ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദത്തിൽ നിന്നാണ് ഇത്തരം നാഡീ തകരാറുകൾ ഉണ്ടാകുന്നത്. അതിന്റെ പേര് അവർ വിളിച്ചത് ഗ്ലൗ അനസ്തേഷ്യ എന്നാണ്. ഇനി മറ്റു ചിലരുണ്ട്, ചിലപ്പോൾ ഒരു കണ്ണിന് കാഴ്ച പോയി, അല്ലെങ്കിൽ ചിലപ്പോൾ കേൾവിയില്ല എന്നൊക്കെ പറഞ്ഞു വരുന്നു. എന്നാൽ മെഡിക്കൽ പരിശോധനയിൽ യാതൊരു ലക്ഷണങ്ങളും കാണാത്തത് കൊണ്ട് കൂടുതൽ പരിശോധിക്കുമ്പോഴാണ് ഇവർക്ക് എന്തെങ്കിലും മാനസിക സമ്മർദ്ദമോ എന്തെങ്കിലും ഇമോഷണൽ ട്രോമയോ ഉണ്ടായിട്ടുണ്ട് എന്ന് ഡോക്ടർമാർ കണ്ടെത്തുന്നത്. എന്തൊക്കെയാണ് ഇത്തരം മാനസിക തകരാറുകൾ ഉണ്ടാകാനുള്ള കാരണം? ഒന്ന്, സ്വന്തം കുടുംബത്തിലോ അടുത്ത ബന്ധുക്കളിലോ ഇതേപോലെയുള്ള മാരക രോഗങ്ങൾ ഉണ്ടാകുക, അതിനെ തുടർന്ന് മരണം സംഭവിക്കുക, അതിൽ കൂടുതൽ ഉത്കണ്ഠ തോന്നുക. മറ്റൊന്ന്, ആരോഗ്യ സംബന്ധിയായ മാധ്യമങ്ങളുടെയും പ്രസിദ്ധീകരണങ്ങളുടെയും ഓൺലൈൻ പോർട്ടലുകളുടെയും അതിപ്രസരം, അതിനെക്കുറിച്ച് അമിത ബോധം. ഒരു പക്ഷേ മലയാളികൾ ഇതിനൊരു ഇരയാണ്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിദ്യാഭ്യാസ നിലവാരം കൂടിയതുകൊണ്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ഇറങ്ങുന്ന ഇത്തരം പ്രസിദ്ധീകരണങ്ങൾ ധാരാളമായി വായിക്കുന്നത് കൊണ്ട് സ്വതവേ അവരുടെ മനസ്സിലേക്ക് ഇത്തരം സംശയങ്ങൾ ഇഴഞ്ഞു കയറും. മാത്രവുമല്ല, ഇത് പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ വിവിധ തരം രക്തപരിശോധനകളും വിവിധ തരം സപ്ലിമെന്റ്സും ഒക്കെ കഴിക്കാൻ ആഹ്വാനം ചെയ്യുന്ന രീതിയിൽ ഉള്ള പരസ്യങ്ങളും ഈയിടെയായി വളരെ വർദ്ധിച്ചിട്ടുണ്ട്. ഓവർ പ്രൊട്ടക്റ്റീവ് പാരന്റിംഗ് ആണ് മറ്റൊരു ലക്ഷണം. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അമിതമായി ഉത്കണ്ഠ രക്ഷിതാക്കൾ പ്രകടിപ്പിക്കുക, ചെറിയ ജലദോഷം വരുമ്പോഴേക്കും സൂപ്പർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ അടുത്ത് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുക, രക്ഷിതാക്കളുടെ മുഖത്ത് നിന്ന് ഇത്തരം ഉത്കണ്ഠകൾ കുഞ്ഞുങ്ങൾ വായിച്ചെടുക്കുക, അത് പിന്നെ ജീവിതത്തിൽ സ്വായത്തമാക്കുക എന്നിങ്ങനെയൊക്കെ ഈ ഓവർ പ്രൊട്ടക്റ്റീവ് പാരന്റിങ്ങിന്റെ റിസൾട്ടുകളാണ്. അങ്ങനെയും ഈ രോഗം ഹൈപ്പോകോൺഡ്രിയാസിസ് പിടിപെടാം. എന്താണ് ചികിത്സകൾ? കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി അഥവാ CBT ഒരു മാർഗമാണ്. അതേപോലെ ആന്റി ഡിപ്രസന്റ് അല്ലെങ്കിൽ ആന്റി ആങ്സൈറ്റി മരുന്നുകളും ചിലപ്പോൾ നൽകാറുണ്ട്.